ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ കന്നി ബഡ്ജറ്റ് ആണ് ഇന്നുണ്ടായിരിക്കുന്നത്. ധനവകുപ്പ് മന്ത്രി മാരി വിൽസൺ ആണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തെ പുകഴ്ത്തിയ ധനമന്ത്രി 2031 തമിഴ്നാടിനെ $1.5 ട്രില്യൺ സാമ്പത്തിക ശക്തിയായി വളർത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബഡ്ജറ്റിന്റെ വലിയൊരു ഭാഗവും നീക്കിവച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുക എന്നത് ഒരു പ്രധാന ലക്ഷ്യം നൽകിയാണ്. തമിഴ്നാട്ടിലെ 3734 സർക്കാർ സ്കൂളുകളുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ബഡ്ജറ്റിൽ 300 കോടി രൂപ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുചിത്വവും സുരക്ഷയും ഉറപ്പുവരുത്താൻ സൂപ്പർ ക്ലീൻ സൂപ്പർ ക്യാമ്പസ് എന്ന പുതിയ പദ്ധതി ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 10,000 സ്കൂളുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിനായി 139 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്കായി ബാറ്ററി ലാപ്ടോപ്പ് സ്കീം നടപ്പിലാക്കും. ഈ പദ്ധതിയിലൂടെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ സൗജന്യമായി തന്നെ വിതരണം ചെയ്യും. പദ്ധതിക്കായി 2000 കോടിയാണ് ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിന് 44,527 കോടി രൂപയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് 8,393 കോടി രൂപയുമാണ് വിജയ് സർക്കാരിന്റെ കന്നി ബഡ്ജറ്റിൽ നീക്കിവച്ചിട്ടുള്ളത്. AI അടിസ്ഥാനമാക്കിയുള്ള പാഠ്യപദ്ധതി രൂപീകരണത്തിനായി വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരെയും വ്യവസായ രംഗത്തെ ഉന്നതരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കുമെന്ന് ബഡ്ജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ബഡ്ജറ്റിലെ മറ്റൊരു പ്രധാന പ്രഖ്യാപനം സ്ത്രീകൾക്കായുള്ള വിവാഹ ധനസഹായ പദ്ധതിയാണ്. വിവാഹ സമയത്ത് വധുവിന് 1 പവന്റെ സ്വർണ്ണ നാണയവും 1 സിൽക്ക് സാരിയും അണ്ണൻ സീർ ആയി നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അണ്ണൻ സീർ എന്നാണ് പദ്ധതിയുടെ പേര്. ആ പദ്ധതിയിൽ നവവധുവിന് 1 പവൻ സ്വർണ്ണ നാണയം അതോടൊപ്പം തന്നെ 1 പട്ടുസാരിയും അതായത് സിൽക്ക് സാരിയും നൽകുമെന്നാണ് പ്രഖ്യാപനം. ഇതിനായി 812 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. സംസ്ഥാനത്തുടനീളം 500 പുതിയ അംഗൻവാടികൾ ആരംഭിക്കും. പുതിയ IIT-കൾ ആരംഭിക്കുന്നതിനായി 90 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സർക്കാർ വക പുതിയ ലോ കോളേജ് ആരംഭിക്കും. മാത്രമല്ല ബഡ്ജറ്റിൽ നീറ്റ് പരീക്ഷയ്ക്ക് എതിരെയുള്ള എതിർപ്പും സർക്കാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ പ്രവേശനത്തിനുള്ള അടിസ്ഥാനം 12ാം ക്ലാസ്സിലെ മാർക്ക് ആയിരിക്കണമെന്ന് ധനമന്ത്രി ആവശ്യപ്പെടുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന് ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനമുണ്ട്. ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഹിതം വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് നൽകിയിട്ടുള്ളത്. സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിനായി 44,527 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. 3734 സർക്കാർ സ്കൂളുകൾ വലിയ രീതിയിൽ ഒന്ന് ഹൈടെക് ആക്കി കൊണ്ടുവരുന്നതിനായി 2132 കോടി രൂപയും കരിക്കുലം പുനഃസംഘടനയ്ക്കായി 25 കോടി രൂപയും ചെലവഴിക്കും. പെരിന്തലാർ കാമരാജ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കായി 125 കോടി രൂപ വകയിരുത്തുന്നുണ്ട്. കൂടാതെ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി 2000 കോടി രൂപയാണ് അനുവദിച്ചത്. സൗജന്യ സൈക്കിളും ഹെൽമറ്റും അത് ഈ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതായത് ജനറേഷൻ Z വിദ്യാർത്ഥികൾ അതായത് ജെൻസി വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൗജന്യ സൈക്കിളും അതോടൊപ്പം തന്നെ ഹെൽമറ്റ്, ബോട്ടിൽ ഹോൾഡർ എന്നിവ വിതരണം ചെയ്യുന്നതിനായി 777 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതായത് ഒരു ജനകീയമായ ഒരു ബഡ്ജറ്റ്, ആർക്കും ഒരു പരാതിയില്ലാതെ തമിഴ്നാടിനെ മൊത്തത്തിലൊന്ന് ഉടച്ചു വാർത്ത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കൊണ്ടുവരാൻ ഒരു മികച്ച സംസ്ഥാനമാക്കി മാറ്റാനുള്ള എല്ലാ നീക്കങ്ങളും വിജയ് സർക്കാർ ഇന്നത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.